എന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് എന്നെ കണ്ടില്ലടാ. വേണ്ട കണ്ടുപോട്ടെന്നല്ല ഞാൻ എന്തോ പറയാനായിട്ട്. വേണ്ട പിക്കാസോ അടിച്ച കളർ ഏതാണെന്നറിയോ? സീലിംഗിൽ കയറി ഇരുന്ന് വെള്ളയൊക്കെ അടിച്ച് പിക്കാസോ അതായിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനും സോളോവേനും ജെറിയും കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനായിട്ട് പോവാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഹൈ പോയിന്റ്സും കൂടെ തന്നേക്കാം ഈ ഒരു വീഡിയോക്ക്. അല്ല ഞാൻ എന്തായാലും 100 ആവുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു കൺഗ്രാചുലേഷൻസ് പറയാണ്. നിങ്ങൾ തന്നെ ചെയ്യും. ഈ സെയിം മാപ്പിനകത്ത് കണ്ടുപിടിക്കാൻ കേറി ഒളിച്ചോ എവിടാന്ന് വെച്ചാ ഒളിച്ചോ, എല്ലാത്തിനും ഞാൻ തൂക്കും. സമയം ഓടിച്ചെന്ന് വിളിക്കട്ടെ. ഞാൻ വേറെ ഏതെങ്കിലും നല്ല കറക്റ്റ് സമയത്ത് കയറി വിളിക്കണം. നിനക്കൊക്കെ എങ്ങനെയാണോ ഈ സ്പോട്ട് കിട്ടിയടാ? എനിക്കും കിട്ടിയടാ. ഒരു മിനിറ്റ്. മണി അടിച്ചു വരുന്നുണ്ട്. ഞാൻ ഓടി കളിക്കുമല്ലോ, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ അടുത്ത് വന്നാലേ നിങ്ങളുടെ പേര് കാണിക്കത്തുള്ളൂ അല്ലേ? ഉള്ളു ചത്തുപോ, നീ ചത്തുപോത്തോളാ. കണ്ടുപിടിച്ചു. കളർ ശരിയല്ല. ഞാൻ നോക്കിയപ്പോഴേ ഇരുട്ടത്തൊരു വെള്ള ശരീരം. ഇതിന്റെ അകത്തുനിന്ന് അണ്ണനെ കണ്ടുപിടിക്കാൻ അല്പം പാടാ കേട്ടോ. ഇപ്പൊ എന്നെ ഇപ്പോഴൊക്കെ കിട്ടത്തില്ല. കിട്ടത്തില്ല. ബാത്റൂമിൽ ഇരിക്കാൻ ഒരു സാധ്യതയില്ല. കാര്യം നമ്മൾ ഇത്ര നേരം ബാത്റൂമിൽ കിടന്ന് കറങ്ങിയത് കൊണ്ട്. കക്കൂസിനകത്തൊക്കെ ഒന്ന് കൈട്ടിളക്കി നോക്കടാ. ഇയാള് കെട്ടിയാലോ? എടാ മേളിലൊക്കെ നോക്കിയോണേ. മേളില് താണ്ടെ ഞാൻ നോക്കുന്നിടത്ത് നോക്കാണ്ട് വേറെ വല്ലയിടത്ത് മേളി നോക്കടാ. മേളി നോക്ക്. ഞാൻ നിന്നെയൊക്കെ നല്ലപോലെ സ്പെക്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതുവഴി. മേളി നോക്ക് കേട്ടോ. അന്ന് ഒച്ച ഉണ്ടാക്കിയേ പറ്റൂ. അല്ല പിന്നല്ലാണ്ട് ഒച്ച ഉണ്ടാക്കണ്ടായോ? അത് കൊള്ളാം. സോളോ വൈനറേ പേര് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ പേര് തെളിഞ്ഞാ. ഇവിടെ വന്നപ്പോ പേര് തെളിഞ്ഞാ 50 പോയിന്റ് ആയി. ഇവിടെ വന്നപ്പോ പേര് തെളിഞ്ഞു 50 പോയിന്റ് ആയി. വാ ഏതെങ്കിലും വിസിലടിക്കാത്ത എന്ത് വിസിലടി? സോളോ വൈനറേ വിസിലടി. എങ്കയോ ഇരുക്ക നീ കിട്ടിയാ? അമ്മട കില്ലാടി. അതിന്റെ മേളിൽ കയറി ഇരിക്കായിരുന്നു. ഞാൻ 100 ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. നീയല്ല കണ്ടുപിടിച്ച, ജെറിയാ കണ്ടുപിടിച്ച. ഞാൻ ചെറിയ കണ്ടുപിടിച്ചോണ്ടാണോ സോളോ വിനറിനെ ഇപ്പൊ പിടിച്ചത്? നീ പോടാ കണ്ണുപൊട്ടാ. നീ അവിടെ ഓടി നടക്കത്തുള്ളൂ. നിനക്ക് എന്തായാലും കിട്ടിയില്ല. അടുത്ത സോളോ വിനർ ഹണ്ടർ പോട്ടെ പിടിക്ക്. അപ്പൊ ഞാനായിരുന്നടാ ഹണ്ടർ. ഒരു മിനിറ്റ്. എടാ ജെറിയാടാ ഹണ്ടർ. കേറിക്കോ ജെറി. ജെറി ഹണ്ടർ. ഇനി ഞാൻ ഓടി ഒളിക്കട്ടെ. എടാ ഈ ഒളിക്കാൻ ഒട്ടും സമയമില്ലടാ. അതാണ് പ്രശ്നം. എടാ നിന്റെ അത്ര കള്ളന്മാരല്ല ഞങ്ങളായിരുന്നു. നീ പേരെടുത്ത കള്ളൻ. ഞാൻ പെരുന്തച്ഛനാവുമ്പോ കൊത്തിപ്പണിയാൻ പോവും ഇവിടെ. അതെ ശീലയുടെ മേള. ഓടി വാ കേട്ടോ. ശീല കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. കൊത്തിപ്പണിയാൻ പോവാ. കൊത്തിപ്പണിയാന്നൊക്കെ പെയിന്റ് അടിച്ച് തീർന്നില്ലേ? ഇങ്ങോട്ട് വരല്ലേ 5 സെക്കൻഡ് കൂടെ. ഞാൻ ഇതാ വരുന്നു. 1 2 ഈ ഒരു മൂലക്കായിട്ട് കയറി. ഇനി എവനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ എന്തോ പെയിന്റ് അടിയാടാ. ഞാൻ അടിച്ചേക്കുന്ന അടി എന്തോ അടിയാടാ. പെയിന്റ് അടിക്കുമോ ഇതുപോലെ? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ? നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചടാ? നീ മതിലിനോട് ഒട്ടിക്കുവായിരുന്നു. നിന്റെ ഇൻകെ പോണ സൗണ്ട് കേൾക്കാം. ഇനി ഈ എന്നെ കണ്ടുപിടിക്കണം. പറ്റുമോ? പറ്റുന്ന പണിയാണ്. അത് ഫെയർ ആൻഡ് ലവ്ലി അല്ല കേട്ടോ. അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാര്യം എന്റെ ഇൻഗെയിം ഓഡിയോ ഓണായിരുന്നു. അവൻ എന്റെ ശബ്ദം വെച്ച് കണ്ടുപിടിച്ചത്. പെയിന്റ് അടിക്കാൻ പറ്റുന്നില്ല. അടിക്കണ്ട. എന്റെ പെയിന്റ് ബ്രഷ് ചെറുതായി പോയല്ലോ. അവിടെ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ പരിപാടി എങ്ങനെയൊക്കെയാ. 1-2 ശബ്ദങ്ങൾ ഉണ്ടാക്ക്. വിസിലടിക്ക്. സോളോ വൈനറേ നമ്പര് തെളിഞ്ഞല്ലോ. ആരാടാ? നീ എവിടെയാടാ? ഞാനാ ലൈവ് ഇരിക്കാത്തുണ്ട്. ഇങ്ങോട്ട് അവൻ അവിടെ തന്നെ കാണണം. ഇതിന്റെ ഇടയിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ കില്ലാടി ഞാനിത് ഇനി എക്സ്പേർട്ട് ആവേണ്ടതിരിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല. ഇവ എന്നെ തന്നെ പിടിക്കുന്നുണ്ട്. പിക്കാസോ അടിച്ച കളർ ഏതാണെന്നറിയോ? സീലിംഗിൽ കയറി ഇരുന്ന് വെള്ളയൊക്കെ അടിച്ച് പിക്കാസോ അതായിരിക്കുന്നു.
ഇവൻ ഈ സീലിംഗിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് കേട്ടാ. മാപ്പ് മാറ്റാം. ഇനി വേറെ മാപ്പ്. ഈ മാപ്പിനകത്ത് ഞാൻ വലിയ കളി കളിക്കും. ഇപ്പൊ നോക്കിയോ, ഇത് തന്നെയാണ് കഴിഞ്ഞ 2 കളിയിലും പറഞ്ഞത്. ഇതൊക്കെ എന്ത് കുഞ്ഞി മാപ്പിൽ കളിക്കാൻ പറ്റില്ല. അടുത്ത സോളോ വിന്നർ ആണ്. ആരാ സോളോ ഹണ്ടർ ആരാ? കേറിക്കോ, ഞാനോ? കേറിക്കോ. ഓ, ആ ശരി, ഞാനാ ഫസ്റ്റ് കളിയിലെ ഹണ്ടർ അവൻ എനിക്കൊരു പ്രത്യേക കഴിവാ. കാണിച്ചു തരാം. ഒരു ചെല്ലടാ, ഒളിക്കടാ, ഓടി ഒളിക്കടാ. ഇപ്പൊ വരും ഞാൻ ഒരു ഏമ്പക്കൊക്കെ ഇട്ട് പയ്യെ വരത്തുള്ളൂ. ചെറിയ ഞാൻ ഇടത്തെ കൈ കൊണ്ടേ വെടി വെക്കത്തുള്ളൂ. എനിക്ക് വലത്തെ കൈയുടെ ആവശ്യമില്ല. ഒരു വലത്തെ കൈനായിട്ട് പോലും എനിക്ക് ഇടത്തെ കൈ കൊണ്ട് ചെറിയ വെടി വെക്കാൻ എനിക്ക് ഒളിക്കാൻ ഇടം കിട്ടുന്നില്ലേ. ഞാൻ ചുമ്മാ ക്ഷമിച്ചൊന്നും തരത്തില്ല. കണ്ട അപ്പഴേ വെടി വെക്കും. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്കൊരു മര്യാദ കാണത്തില്ല. അല്ലെങ്കിൽ എപ്പോഴാ ജപിച്ചു വരുന്നത്. ഓ വേണം, ഞാൻ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയിട്ട് വരാം. ആ സമയം കൊണ്ടെങ്കിലും ഓടി ഒളിക്കി. ഒന്ന് ഒഴിച്ചിട്ടോ. എനിക്ക് ഞാൻ മൂത്രം ഒഴിക്കാൻ പോവാണേ. വേസ്റ്റിലൊക്കെയാണ് ഈ ജെറിയ കാണപ്പെടുന്നത്. ജെറിയുടെ സാന്നിധ്യം നമ്മൾ കാണപ്പെടുന്നത് വേസ്റ്റില്, ഓടയില്, അഴുക്കില്, കക്കൂസില്, ഇതിനകത്തൊക്കെയാ. നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം അല്ല കേട്ടോ ഇത്. പാനിക്കാവാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനാ എന്തുവാടാ നിങ്ങളൊക്കെ അനക്കമില്ലാതിരിക്കുന്നേ, എന്നെ ടെൻഷൻ ആക്കുന്നേ. ടെൻഷനാ? ആർക്ക് ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. ടെൻഷൻ അല്ലേ? ഇതിന്റെ അകത്ത് ഒരു ചെറിയും കാണുന്നില്ല. ഞാൻ മറ്റേ സംഭവം വരുന്നില്ല. നിന്റെയൊക്കെ അടുത്തൂടെ പോകുമ്പോ മാർക്ക് കൂടുന്ന എനിക്ക് കാണാനും വയ്യ. കുട്ടയിലൊക്കെ അവൻ കാണും കേട്ടോ, കുട്ടയില്. നീ എവിടെയാണ്? നീ എവിടെ ഉണ്ട്? ഏത് ഞാൻ? എവിടെ ഞാൻ? അയ്യോ, ഇവനുണ്ടാ ഗ്യാസ് ഊറ്റിക്കകത്ത് കാണാൻ നോക്കിയാ. ഗ്യാസ് ഊറ്റിക്കകത്ത് ഇവിടെ ഉണ്ട്. ആ കുട്ടയ്ക്കകത്ത് അവൻ. ആ കുട്ടയ്ക്കകത്ത് അത് തുറന്നു നോക്ക്. തുറക്കാൻ പറ്റുന്നില്ല. മണ്ടൻ, അത് തുറക്കാൻ പറ്റത്തില്ലല്ലേ. വേറെ പോയി നോക്ക്. ആ വലിയ ടാങ്കിന്റെ ഒക്കെ പുറകെ നോക്കി. അപ്പൊ വലിയ ടാങ്കിന്റെ പുറകെ അവനെ കാണാൻ സാധ്യത. നീ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കേട്ടോ. എടാ ഇതെന്നെ ഒന്നാമത് അഭിമാന പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, എനിക്ക് എന്തിനാ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അപമാനം ആവും മിക്കവാറും. ഞാൻ മിക്കവാറും കളി നിർത്തിയിട്ട് പോയി വീഡിയോ ഇടത്തില്ല, സുല്ലിടും. കറങ്ങാതെ അങ്ങോട്ട് അപ്പുറത്തെ റൂമിലൊക്കെ പോയി നോക്ക്. കറങ്ങി സമയം തീരുമ്പോ നമ്മള് തന്നെ ഇറങ്ങി വരുമല്ലോ എന്നുള്ളൊരു ചിന്തയിരിക്കുക. എടാ ആകെപ്പാടെ 100 സെക്കൻഡ് കൂടെ ഉള്ളൂ. അത്രേ ഉള്ളൂ. നോക്കി എടുക്കണം. ഇത് എന്ത് മുറിയാ ഇത്? ഇത്ര എന്ത് വലുതാ ഇത്? നീയൊക്കെ ഇത് എവിടാ ഒളിച്ചിരിക്കുന്നേ? ഇതിനകത്തുണ്ടോ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും കാണണേ ദൈവമേ. ആരേലും കിട്ടണേ എനിക്ക്. ഒരാളെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ. വിസിലടിയടാ. എന്തോ ആളാ നീയൊക്കെ? വിസിലടിയടാ. എന്റെ പൊന്ന് സോളോവൈനറെ, എന്റെ എന്റെ പൊന്ന് സോളോവൈനറെ, എന്റെ കാലിന്റെ ഇടയിലാ നിങ്ങൾ നിക്കുന്നത്. അപമാനം. എടാ എന്തിനാടാ എന്നെ ഇങ്ങനെ ടെൻഷൻ എന്റെ ആക്കിയിരിക്കുന്നത്? പൊന്ന് അപമാനമായി തീർന്നു. ഇതായിരിക്കും ഞാൻ ഇത് എന്റെ അടുത്തോട്ട് വാ. ഇച്ചിരി മുമ്പോട്ട് ഇതായിരിക്കുന്നു മുമ്പോട്ട്. അത് തന്നെ മുമ്പോട്ട് വരാം. അതിന്റെ ഇടയിൽ കൂടെ കയറി മേളിലോട്ട്. ആണോ ഇനി കണ്ടുപിടിക്കാൻ വരുന്നത്? ഈ മാപ്പ് തന്നെ എടുക്കല്ലേ, വേറെ എടുക്കണേ? ഒന്നുമില്ല, ഇനിയിപ്പൊ പോവാ നമ്മള് ഈ മാപ്പിലോട്ട്. നിന്റെ തുണി മണിയൊക്കെ എടാ ചെറി, നീ ഒരു കാര്യം അല്ലെങ്കിൽ അടുത്തത് നീയാ വരുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ കണ്ടാ മതി. ഇവിടെ സ്പൂൺ ആയി കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് നീ എന്നെ കണ്ടുപിടിച്ച് കാണിയില്ലേ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന്? ശ്രമിക്കട്ടെ, നോക്കട്ടെ. എടാ ജെറിയുടെ അടുത്തൂടല്ലേ ഓടിപ്പോയ? ഒരു വിസിൽ അടിച്ചു കൊടുത്തേക്കാ അല്ലേടാ കഷ്ടം. എന്നെ ഇരുത്തിയങ്ങ് അല്ലേ? വിസിലടിച്ചിട്ടുണ്ട്. പറ്റുമെങ്കി വാ. രണ്ടുപേരും മാറി മാറി അങ്ങ് വിസിലടിക്കാതെ നടങ്ങിയിരി. ഒരാള് വിസിലടി. ഷൂളടിച്ച് ഞങ്ങളുടെ തൊണ്ടവേദന. എടാ ഞാനിത് കറങ്ങിയ റൂമിൽ എന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് എന്നെ കണ്ടില്ലടാ അവൻ. അയ്യോടാ, ഫ്രണ്ടിൽ കൂടെ അല്ല നടന്നു പോയത്. ഇവിടെ മാർക്ക് കാണിക്കും ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോ. അത് എപ്പോഴും കാണിക്കത്തില്ല. ഞാൻ ആദ്യമായിട്ട് വന്നിറങ്ങിയപ്പോഴാ കണ്ടില്ല എന്നെങ്കിലും പറയും. ഇതിപ്പോ രണ്ടാമതായിട്ട് കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപൊട്ടനെന്നല്ല എന്തോ പറയാനേ. വേണ്ട, കണ്ടുപൊട്ടനെന്നല്ല, ഞാൻ എന്തോ പറയാനേ. വേണ്ട, കണ്ടുപൊട്ടൻ പാത്തിരുന്ന് ബോറടിക്കുന്നതാ എനിക്ക്. മതി. ഒരു കണ്ണുപോട്ട ഫ്രണ്ടിൽ കൂടെ പോന്നാ എന്തിനാ തോക്ക് പിടിച്ചേക്കുന്നത്? താനത്തിൽ തട്ടാ നടന്നു പോയത്. കഴിഞ്ഞ ഗെയിമിൽ പുടിത്തിട്ട് ഈ വർത്താനം എന്നോട് പറയരുത്. ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. വാശിയേറിയ മത്സരമാട്ടോ. FTT വാശിക്കെടുത്തേക്കുവാ. ഇതൊക്കെ ആള് വാശിക്കെടുത്തേക്കുവാ. എന്റെ ജെറിയേ. എന്താ ജെറിയേ? ഇവിടെ എവിടെ ഉണ്ടല്ലോടാ, ഒന്ന് വിസിലടിച്ചടാ. എടാ ജെറി, നീ ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്റെ അടുത്ത് ഇറക്കി അടവില്ലേടാ. നീ വിസിലടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് സോളോ വിനർ വിസിലടിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. നീ എന്നെ ഇട്ട ആക്കല്ലേ.
ആര് വിസിലടിക്കും? ആരും അടിച്ചാ? ആരും അടിച്ചാ? അടിച്ചില്ല അടിച്ചില്ല. ഒരു ഷേപ്പ് ആരും whistle അടിച്ചില്ല? അത് സോളോവേനറിന്റെ വിസില. പിന്നെ എന്റെ വിസിൽ നിനക്ക് അങ്ങ് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലയോ? പിന്നെ എനിക്കറിയാം നിങ്ങളെ വിസിലും. പക്ഷെ ഈ പൊട്ടന് പറ്റുമോ എനിക്കറിയത്തില്ല കേട്ടോ. നേരത്തെ ഒരു പൊട്ടം കണ്ടുപിടിച്ചായിരുന്നല്ലോ. എടാ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നല്ലോടാ ഈ മാപ്പിൽ. പിന്നെ ഞാന് 100 ഫസ്റ്റ് ടൈമാണ്. ഒളിക്കാൻ എളുപ്പമാ, കണ്ടുപിടിക്കാനാണ് പാട്. എവിടെ? ഓ ശരി ശരി ശരി. പിന്നെ പവർ എത്ര? ഒരു സോഡാ കുപ്പി മുറിക്കിട്ട് തരാം. ഇച്ചിരി ഏറെ. പിന്നെ വെടിവെച്ച് നീയൊക്കെ ഉണ്ടല്ലോ. അയ്യോ പൈപ്പിന്റെ ഇടയിൽ തന്നെ കിട്ടിയ. എടാ ഞാൻ ഒച്ച വെച്ചിട്ട് ഈ മണ്ടനെ കണ്ടുപിടിച്ചില്ല. എടാ കേറാം. എടാ ഞങ്ങളാ ക്ലൈംബ് ചെയ്യുന്നേ. FTT 10 സെക്കൻഡോടുണ്ട്. ഒരു 10 പ്രാവശ്യം ഞാൻ മണ്ടനാന്ന് പറഞ്ഞത്. 2 സെക്കൻഡ് രണ്ടുപേരെ കണ്ടുപിടിച്ചില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വന്ന് കണ്ടിട്ട് സോളോവേനർ അതിനകത്തായിരുന്നു ഇരുന്നേ. ഇതിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് തന്നെ. കണ്ടോ കണ്ടോ. ഇത്ര ചെറുതായ എങ്ങനെ? ഓക്കെ ജെറി എവിടെ? ചെറിയ പോയെന്ന് കണ്ടുപിടിച്ചു. എടാ കാണിച്ചു വിടറാ. ഇവിടെ ഞാൻ എത്ര വട്ടം വന്നറാ ജെറിയെ. അടുത്തത് ജെറി കേറിനില്ലേ? ഞങ്ങള് തരാം. അവിടെ കേറിനില്ലേ? അടുത്ത ചെറി കേറിനില്ല കേട്ടോ. കേട്ടോ നീ ഇത്ര നേരം താളം അടിക്കുമല്ലേടാ എന്നോട്. ഞാൻ 2 കയ്യും പൊക്കി കാണിച്ചതാ. കാണുന്നു. എടാ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എടാ ഇത് നമുക്ക് ടൈം കുറച്ച് കുറവാടാ. ഒളിക്കാൻ ഇച്ചിരി ടൈം കുറവാണ്. 36 സെക്കൻഡിൽ ഞാൻ ഇത് ഓടി ഒരു അറ്റ എത്തുമ്പോഴത്തേക്ക് 36 സെക്കൻഡ് കഴിയുമല്ലോ. അടുത്ത കളിക്ക് കൂട്ടിയിട്. അടുത്ത മൈൻക്രാഫ്റ്റ് കളിക്കാം. ഇതിന്റെ അകത്തുനിന്ന് എന്നെ അത്ര വേഗം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇച്ചിരി റിസ്ക് ഏരിയയിലാ ഇരിക്കുന്നത്. അതാണ് ഏതിന്റെ അകത്ത്? ഞാൻ ഇച്ചിരി റിസ്ക് ഏരിയയിലാ എന്തായാലും ഇരിക്കുന്നത്. ഞാൻ അത്ര ഓവറായിട്ട് പാത്തിരിക്കുന്നൊന്നുമില്ല. ഇച്ചിരി റിസ്ക് ഏരിയയില. നമ്മുടെ ജീവിതത്തിൽ റിസ്ക് എടുത്താലേ നമ്മൾ ജയിക്കത്തുള്ളൂ. അതെ നീ ഒന്ന് ആലോചിക്കണം. ജെറിയുടെ ഒരു ഇത് കണ്ടോ? അവൻ അരിച്ച് പുറക്കി നോക്കോ? ശുഷ്കാന്തി കണ്ടോ അവന്റെ? ഞാൻ കണ്ടില്ല. ആണ് മൊത്ത കള്ളനാണ് ചെറുക്കൻ. കള്ളപ്പയൽ മഹാകള്ളൻ. സോളോവേനറെ നേരത്തെ പറഞ്ഞൊക്കെ പുഴിപ്പിച്ചു കേട്ടോ അവൻ. അയ്യേ എഴുന്നേറ്റ് പോടാ. എന്റെ സോളോവേനറെ എന്തുവായിരുന്നു നേരത്തെ പുഴിപ്പിച്ചങ്ങ് നാറ്റിച്ച് വിട്ടാണല്ലേ. ഇപ്പൊ എന്താ പറ്റി? വാ കയ്യും കാലും എല്ലാം വീശിക്കൊണ്ടിങ്ങി വാ. ഒരു വാട്ടി വിസിൽ പോട് തമ്പി. പോടണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഈ പ്രാവശ്യം ഈഗോ കേട്ടോ. വിസിൽ അടിക്കത്തില്ല. ഇത് നല്ല കൂത്ത്. ഇവിടെ അവന്റെ തലയുടെ തൊട്ട് മേളിൽ ഇരുന്നിട്ട് പോലും അവൻ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആള് ഭയങ്കര പ്രോ പ്ലെയർ ആട്ടോ. FTT ആള് പ്രോ പ്ലെയർ ആട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലും പോയി തപ്പരുത്. കാരണം അവൻ മണ്ടന. നിന്റെ ഒന്നും അടുത്ത് പോലും ബുദ്ധിയില്ല. അത്രയും ബുദ്ധിയില്ല. അടുത്ത് എവിടെയൊക്കെ കാണും. അത്രയ്ക്ക് ബുദ്ധിയൊന്നും അവനില്ല. അപ്പൊ ആരാ അവന്റെ അടുത്തുകൂടെ പൊക്കോണ്ടിരിക്കുന്നേ? സോളോവേനർ അല്ലാണ്ട് ആര്? അപ്പൊ ഞാനാടാ സോളോവേനർ. ശരിയാ നീയാ. പിന്നെ ഈ പൈപ്പിലൊക്കെ കയറി വിളിച്ചിരിക്കാണോ നല്ല സാധനം. അഴോട്ട് നോക്ക് സോളോവേനറെ. ഇതുവഴിയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയാൽ പിടിച്ചല്ലോ. കേട്ടില്ല കണ്ടാ മതി. അവൻ പണ്ണാൻ എന്റെ പാട്ടല്ലറാ. ഞാൻ കുട്ടക്കകത്ത് കയറിയിരിപ്പുണ്ട്. നോക്ക് ഇത്രയൊക്കെ ക്ലൂ വന്നിട്ട് നിനക്കൊന്ന് നോക്കാൻ വയ്യെങ്കിൽ നീയൊക്കെ എന്തൊരു കളിക്കാരനാണ്. പ്ലീസ് എത്ര മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടല്ലോ. അവൻ അനങ്ങുന്നില്ല. എടാ എന്തായാലും അവസാന നിമിഷം കണ്ടുപിടിച്ച സോളോവേനറിനെ. അയ്യേ നാണോട്ടോ സോളോവേനറെ. ആദ്യമേ അവൻ തൂക്കി പലത്തി അടിച്ചവൻ. ഇത്